കരിഞ്ചന്തയായിട്ടും എങ്ങനെയാണെങ്കിലും റേഷൻ കട എന്ന് പറഞ്ഞാൽ അതിന് നിയമവ്യവസ്ഥ വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് അത് നമ്മിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ കൃത്രിമം ചെയ്യുന്ന ഒരു രീതി ഇന്ന് റേഷൻ കടക്കാരും മറ്റവരും ഉണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹക്കും ബാത്തിനും ഉള്ളവരായിട്ട് ജീവിക്കാനാണ് ശറഅ നമുക്ക് കൽപ്പന തന്നിട്ടുള്ളത്. അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടതും. അപ്പോൾ അവിടെ നമ്മളത് കരിഞ്ചന്തക്ക് മറ്റുള്ളവരുടെ മേടിക്കാത്ത അരിയോ മറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിമറി ചെയ്തിട്ടാവുമ്പോൾ അത് ലീഗലാവൂല, ഇല്ലീഗലാണ്. ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് ശറഅ അനുവദിച്ച് തന്നിട്ടില്ല. കാരണം ഉലുൽ അംറിന് വഴിപ്പെടാൻ നമ്മോട് ശറഅ കൽപ്പിച്ചത് കൊണ്ട് നമുക്ക് ലേശം കയ്പാണെങ്കിലും ആ കാര്യത്തിൽ നമ്മൾ ആ വശമാണ് സ്വീകരിക്കേണ്ടത് എന്നും അത് മറുവശത്ത് അതായത് വേറൊരാൾ മേടിച്ചിട്ടില്ല അയാളെ സമ്മതപ്രകാരം അയാൾ വന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ആവുമ്പോൾ അത് ക്ലിയർ ആവും. അല്ലാതെ റേഷൻ കടക്കാരന് നമ്മളുമായിട്ടൊരു ഒത്തുതീർപ്പിലെത്തിയിട്ട് മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും ഒരു ഹക്കിനെ മറിച്ചുകൊണ്ട് നമ്മൾ മേടിക്കുന്നു എന്നൊരു രീതി നമ്മൾ സ്വീകരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കൽ നമുക്ക് ബാധ്യതയായതുകൊണ്ടും നാളെ ഇവിടുന്ന് പോവേണ്ടത് കൊണ്ടും ഇല്ലീഗലായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ടും അത് നമുക്ക് അനുവദനീയമല്ല എന്ന് തന്നെ ശറഇന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ചെറിയ വാക്കുകൾ പറയുന്നു. മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവ്യക്തതയുണ്ടെങ്കിൽ വീണ്ടും വരിക, നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.